കുട്ടൻ, ഇന്നലെ പി വി അൻവറിന്റെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. പി വി അൻവറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കുമെന്ന ഭീതിയിൽ ആര്യാടൻ ഷൗക്കത്തിനെതിരായിട്ടുള്ള വോട്ടുകൾ 10,000-ത്തിലധികം വോട്ടുകൾ എം സ്വരാജിന് പോയിട്ടുണ്ട് എന്ന് പി വി അൻവർ പറഞ്ഞു വെക്കുമ്പോൾ ഒരു പരാജയ ഭീതി മണക്കുന്നുണ്ട്. നേരത്തെ തന്നെ പി വി അൻവർ പറഞ്ഞത് 75,000 വോട്ടുകൾ തനിക്ക് പോൾ ചെയ്യപ്പെടും, കാൽനടയായി നിലമ്പൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുമെന്ന അവകാശം ഉന്നയിച്ച അതേ പി വി അൻവർ ആണ് ഈ അന്തിമ വിധി വരുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം മണിക്കൂറുകൾക്ക് മുൻപിൽ നിലപാട് മാറ്റുന്നത്. 10,000-ത്തിലധികം ക്രോസ് വോട്ടുകൾ അവിടെ പോൾ ചെയ്യപ്പെട്ടു, അതെല്ലാം പോയത് LDF ക്യാമ്പിനാണ് എന്ന് പി വി അൻവർ പറയുന്നുണ്ട്. അത് പി വി അൻവർ വെറുതെ പറഞ്ഞതാവില്ല. ഫീൽഡിൽ നിന്ന് പി വി അൻവറിന് കിട്ടിയ വിവരങ്ങൾ സ്വാംശീകരിച്ച് തന്നെ പറഞ്ഞതാവണം പി വി അൻവർ. അത് വിശ്വാസത്തിലെടുത്താൽ വലിയ നിലയിൽ വലിയ വിജയപ്രതീക്ഷയിൽ ഇപ്പോൾ LDF മുന്നോട്ട് വയ്ക്കുന്ന ആത്മവിശ്വാസത്തെക്കാൾ കൂടുതൽ ഉള്ള ഒരു ഭൂരിപക്ഷത്തിൻ്റെ നിലയിൽ അവിടെ LDF വിജയിച്ചു വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. കുട്ടൻ, വിരിഷായി തെരഞ്ഞെടുപ്പ് കണക്കുകൾ നമുക്കറിയാം. LDFിൻ്റെ പ്രത്യേകിച്ച് CPIMൻ്റെ സംഘടനാ സംവിധാനത്തിനകത്ത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ കണക്കുകൾ നൽകുന്നൊരു പതിവുണ്ട്. അത് ഏതാണ്ടൊക്കെ വളരെ കൃത്യമാവുന്ന കണക്കുകളാണ്. ആ കണക്കുകൾ പ്രകാരം സ്വരാജ് ജയിക്കും എന്നുള്ളത് തന്നെയാണ്. അതിനകത്ത് കിട്ടുന്ന വോട്ടുകൾ ഓരോ ബൂത്തുകളിലും LDFിന് കിട്ടുന്ന വോട്ടുകളുടെ എണ്ണം ഉൾപ്പെടെ അതിനകത്ത് പറയുന്നുണ്ട്. അതുപ്രകാരം സ്വരാജ് ജയിക്കുമെന്നുള്ളതാണ്. അതേസമയം UDF ആവട്ടെ വലിയ ആത്മവിശ്വാസത്തിൽ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നുള്ളതാണ് UDF കേന്ദ്രങ്ങളുടെ പ്രതീക്ഷ. പക്ഷെ അത് ഇനിയിപ്പോൾ നമുക്ക് വോട്ടെണ്ണൽ ഈ റിസൾട്ട് അറിയാൻ മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. പക്ഷേ UDFിനകത്തൊരു കേന്ദ്രീകൃത വോട്ട് മറിക്കൽ സ്വരാജിന് വരും എന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. കാരണം വെച്ചാൽ അങ്ങനെ ഒരു രാഷ്ട്രീയ സംവിധാനമല്ല. പക്ഷേ സ്വരാജിൻ്റെ വ്യക്തിത്വം, അതോടൊപ്പം തന്നെ പിണറായി സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ, അതിൻ്റെ ഒരു പ്രതിഫലനം ഈ നിലമ്പൂർ മണ്ഡലത്തിൽ ആകെ ഉണ്ടായ ഒരു 1,800 കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ കഴിഞ്ഞ 9 വർഷം കൊണ്ട് ഈ മണ്ഡലത്തിൽ നടത്തിയിട്ടുണ്ട്. അപ്പോൾ പഴയ നിലമ്പൂരല്ല, നമുക്കറിയാം ആര്യാടൻ മുഹമ്മദ് പഠിച്ച സ്കൂൾ പോലും വികസിപ്പിച്ചത്, അതിൻ്റെ ഒരു വലിയ തലത്തിലേക്ക് ആ സ്കൂളിൽ അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്തിയത് LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. അതൊക്കെ നിലമ്പൂർ ജനങ്ങളുടെ മനസ്സിലുണ്ട്. ഈ കവളപ്പാറ ദുരന്തം നടന്ന ഘട്ടത്തിൽ അവിടെ നടത്തിയ പിണറായി സർക്കാർ നടത്തിയ ഇടപെടലുകൾ, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ, പുനരധിവാസ പ്രവർത്തനങ്ങളൊക്കെ ഈ നാട്ടുകാർ നേരിട്ട് കണ്ടതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനം ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഉണ്ടാകും. അത് സ്വാഭാവികമായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ UDFിൻ്റെ അണികൾക്ക് പോലും വളരെ സ്വീകാര്യനാണ് എം സ്വരാജ്. അങ്ങനെയുള്ളൊരു വോട്ടുകൾ UDFിൻ്റെ ഉൾപ്പെടെയുള്ള വോട്ടുകൾ സ്വരാജിന് ലഭിച്ചേക്കുമെന്നുള്ള ഒരു പൊതു വിലയിരുത്തൽ. അപ്പോൾ സ്വാഭാവികമായും സ്വരാജിൻ്റെ വിജയം ഉണ്ടാകുന്നില്ല. പക്ഷേ അതേസമയത്ത് തന്നെ നമ്മൾ മറ്റൊരു കാര്യം, BJPയുടെ സ്ഥാനാർത്ഥി ഇന്നലെ പറഞ്ഞ വാക്കുകൾ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഈ BJPയുടെ വോട്ടുകൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക്, അതായത് ആര്യാടൻ ഷൗക്കത്തിന് പോയിട്ടുണ്ട്. അത് കോലീബി സഖ്യം നമ്മൾ പല ഘട്ടങ്ങളും പല തെരഞ്ഞെടുപ്പുകളിലും ഉള്ളതുപോലെ തന്നെ ആ കോലീബി സഖ്യം ഇവിടെയും വർക്കൗട്ട് ചെയ്തു എന്നുള്ളതാണ് BJPയുടെ സ്ഥാനാർത്ഥി തന്നെ വ്യക്തമാക്കിയത്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ഈ പ്രാവർത്തികമാവുന്നത്, എങ്ങനെയാണ് പ്രായോഗികമാവുന്നതൊക്കെ ഇനി വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് അറിയാൻ സാധിക്കും. വിനിഷ, ശരി, ഞാൻ കുട്ടനിലേക്കും KT സ്വാലിഹിലേക്കും വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചെത്താം. ഒരു ചെറിയ ഇടവേള അനിവാര്യമാണ്. എല്ലാ കണ്ണുകളും നിലമ്പൂരിലോട്ടാണ്. ആദ്യം പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണി തുടങ്ങും. 7:30 തന്നെ സ്ട്രോങ് റൂമിൽ നിന്ന് ബാലറ്റ് പെട്ടികൾ, EVM മെഷീനുകൾ പുറത്തേക്ക് എത്തിക്കും. ഈ വോട്ടെണ്ണുന്ന ടേബിളുകളിലേക്ക് എത്തിക്കും. 14 ടേബിളുകളിലായിട്ടാണ് വോട്ടെണ്ണൽ. 19 റൗണ്ടുകളിലായി വോട്ടെണ്ണി തീർക്കും. ആദ്യ ഫലസൂചന നമുക്ക് ഏകദേശം 8:15 തന്നെ അറിയാം. 8 മണിക്ക് ആദ്യം എണ്ണുന്നത് പോസ്റ്റൽ ബാലറ്റുകൾ. ആ പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണിക്കഴിഞ്ഞത് ശേഷമാണ് വോട്ടിംഗ് മെഷീനിലെ ബാലറ്റുകൾ എണ്ണുക. അതിനുശേഷം വഴിക്കടവ് പഞ്ചായത്തിലെ ആദ്യ 1 മുതൽ 49 വരെയുള്ള ബൂത്തുകളിലെയാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ വോട്ടുകളാണ് ആദ്യം എണ്ണിത്തുടങ്ങുക. അത് എണ്ണിത്തുടങ്ങുമ്പോൾ തന്നെ നേരത്തെ കുട്ടനൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ വഴിക്കടവ് പഞ്ചായത്ത് എന്ന് പറയുന്നത് കാലാകാലങ്ങളായി UDFിന് ഒരു അപ്രമാദിത്വമുള്ള പഞ്ചായത്ത് കൂടിയാണ്. അതിനാൽ തന്നെ വഴിക്കടവ് പഞ്ചായത്ത് ആർക്ക് വഴികാട്ടും? അവിടെ പോൾ ചെയ്യപ്പെട്ട 29,320 വോട്ടുകൾ അത് ആർക്കൊക്കെ ലഭിക്കും എന്ന ഏകദേശ ഒരു സൂചന ലഭിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇന്ന് വരാനിരിക്കുന്ന അന്തിമ വിധിയുടെ ഒരു ട്രെൻഡിങ് മനസ്സിലാകും. ആ രീതിയിലാണ് ഈ വോട്ടിംഗ് കാൽക്കുലേഷനൊക്കെ മുന്നോട്ട് പോകുന്നത്. അതിനാലാണ് 8:15 നമുക്ക് ഏകദേശം ആദ്യ ഫലസൂചന ലഭിക്കുമെന്ന് പറയുന്നത്. 8 മണിക്ക് കൃത്യം 8 മണിക്ക് തന്നെ ആദ്യ ഫലസൂചന ലഭ്യമായി തുടങ്ങും.